പാലക്കാട് കൊഴിഞ്ഞാമ്പറയിൽ ഷാപ്പ് ജീവനക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള ആദ്യ വാർത്തയോടെ ഇന്നത്തെ പ്രൈം ടൈം തുടങ്ങുകയാണ്. മുണ്ടൂർ പന്നമല സ്വദേശി എൻ രമേശാണ് മരിച്ചത്. പ്രതി ചള്ളപ്പാത സ്വദേശി എം ഷാഹുൽ മീരാനാണ്. അയാൾ പിടിയിലായിട്ടുണ്ട്. ഐഷുത്തുൽ ഷംന പാലക്കാട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഷംന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് സമീപത്തുള്ള കള്ളുഷാപ്പിൽ വെച്ച് ആണ് മർദ്ദനം ഉണ്ടാകുന്നത്. ഇവിടെ കള്ളുഷാപ്പിലെ താൽക്കാലിക തൊഴിലാളിയാണ് രമേഷും ഷാഹുൽ ഹമീദും. ഈ ഷാഹുൽ ഹമീദ് ഷാപ്പിലെത്തി മദ്യപിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇത് രമേഷ് തടഞ്ഞതാണ് ഈ ആക്രമണത്തിന് തുടക്കമാകുന്നത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് കഴിഞ്ഞ് ഈ ഷാപ്പ് പൂട്ടി ഷാഹുൽ ഹമീദ് അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. രാത്രി 8:30 ഈ കള്ളുഷാപ്പിൽ പൂട്ട് പുറത്തിറങ്ങിയ രമേഷിനെ പിന്തുടർന്നെത്തിയാണ് ഷാഹുൽ മീരാൻ റോഡരികിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. എന്തായാലും ഈ ശരീരത്തിൽ മുറിവേറ്റതിന് പിന്നാലെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും പ്രതി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്നും ടെലിഫോണിൽ ചേർന്നത്. നിർഭാഗ്യകരമായ പാതകങ്ങളൊക്കെ നടക്കുന്ന ഒരു മണ്ണായി കേരളം മാറുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ക്ഷിപ്രകോപിയായി മാറുന്ന മലയാളി പെട്ടെന്ന് പ്രകോപിതനായി കത്തിയെടുത്ത ഒരാളെ കുത്തും അല്ലെങ്കിൽ വെടിവയ്ക്കും. ഈ രീതിയിൽ മലയാളി സമൂഹം മാറുന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അക്രമത്തിൻ്റെ പാതയിൽ മയക്കുമരുന്നൊക്കെ ഉണ്ടായിരിക്കാം പല രീതിയിലും. അതിൻ്റെയൊക്കെ പാതയിൽ ആളുകൾ സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിൽ മനുഷ്യജീവന് വിലയില്ലാതാകുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ മലക്കം മറിഞ്ഞ് കോഴിക്കോട് റൂറൽ SP കെ ബൈജു. സേനയിലെ ചില മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും കെ ബൈജു പറയുന്നു. ഷാഫി പറമ്പിലെതിരായ പോലീസ് നടപടിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ സമരം തുടരാനാണ് DCCയുടെ തീരുമാനം. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചെന്നുമാണ് കോഴിക്കോട് റൂറൽ SP കെ ബൈജു വ്യക്തമാക്കുന്നത്. ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. അതാരാണെന്നതിന്റെ അന്വേഷണം തുടരുകയാണെന്നും SP. കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി LDF പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴാണ് SP പ്രതികരണം. നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ. ഇതിന്റെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി UDF മുന്നോട്ട് പോകും. MPയാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പേരാമ്പ്രയിൽ ഈ മാസം 14-ന് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. പരിക്കേറ്റ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. പോലീസ് ലാത്തിചാർജിലെ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പുതിയ ആരോപണവുമായി CPM. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗം SK സജീഷ് ആരോപിച്ചു. ആദ്യം പൊട്ടിയത് ടിയർ ഗ്യാസ് അല്ല, UDF പ്രവർത്തകർ എറിഞ്ഞ സ്ഫോടക വസ്തുവെന്ന് അദ്ദേഹത്തിന്റെ ആരോപണം. 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിന്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFന്റെ കോൺഗ്രസിന്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു മുകളിലൂടെ അവരെറിയുന്നു. ആ സ്ഫോടക വസ്തുവാണ് ആദ്യമായി പോലീസിന്റെ ഇടയിൽ നിന്നും പൊട്ടുന്നത്. അത് പോലീസിന്റെ ഗ്രനേഡോ ഒന്നുമല്ല. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP ആക്രമിച്ചതിന് പിന്നിൽ CPM പോലീസ് ഗൂഢാലോചനയെന്ന DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. വൈകിയാണെങ്കിലും റൂറൽ SP കെ ബൈജു തെറ്റേറ്റു പറഞ്ഞതിൽ സന്തോഷമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ 24നോട് പറഞ്ഞു. ഈ അക്രമം ഉണ്ടാക്കിയത് പോലീസാണെന്ന് തന്നെയാണ് കോൺഗ്രസ് UDF പറഞ്ഞത്. വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കി തെറ്റേറ്റ് പറഞ്ഞ സന്തോഷം. പക്ഷെ ഇനിയിപ്പോൾ അതല്ല വേണ്ടത്. അത് കണ്ടുപിടിക്കേണ്ടത് കോൺഗ്രസ് UDF അല്ല, പോലീസാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കണ്ടെത്തി സർവീസ് നീക്കം ചെയ്യണം. റൂറൽ SP ആണ് പറയുന്നത് പോലീസാണ് ആക്രമിച്ചതെന്ന്. അപ്പോൾ പോലീസ് സേനയ്ക്കകത്ത് ഇത്തരം അക്രമങ്ങളുണ്ടെങ്കിൽ അവരെ സർവീസ് നീക്കം ചെയ്യണം. അയാൾക്ക് മറുപടി പറഞ്ഞ ജനം എന്നെ കളിയാക്കും, പേരാമ്പ്രക്കാർക്ക്. അത്രയും വേണ്ടി പറയുന്നുള്ളൂ. കാരണം അവിടെ വിഷ്വലൊക്കെ ഉണ്ടല്ലേ. ഏതെങ്കിലും വിഷ്വല് സ്ഫോടക വസ്തു പോയിട്ട് ഒരു കൊടി വീശുന്ന കണ്ടു നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രകടനത്തിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയതര കേസിൽപ്പെട്ട ഒരാളുടെ ചൂണ്ടിക്കാണിക്കട്ടെ പിന്നിലെ അക്രമം.
പിന്നെ പ്രകടനം തടഞ്ഞപ്പോൾ മുന്നോട്ട് പോകാൻ ആവശ്യമാണ്, സ്വാഭാവികമല്ലേ? SK സജീഷ് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ പേരാമ്പ്ര ജനം എന്നെ കളിയാക്കും. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ വിവരങ്ങളുമായി ചേർന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. കെ ബൈജു പറഞ്ഞ കാര്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നിപ്പോൾ കെ പ്രവീൺകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കെ പ്രവീൺകുമാർ പറഞ്ഞൊരു കാര്യം എന്നത് വൈകിയാണെങ്കിലും തെറ്റ് ഏറ്റു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ തന്നെ UDFും കോൺഗ്രസും പറയുന്ന ഒരു കാര്യം, ഈ അക്രമ സംഭവം നടത്തിയത് പോലീസാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ MP നേരെ നടന്ന ഈ ഒരു ആക്രമണത്തിൽ ആരാണോ കുറ്റക്കാരായത് അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും UDFും. അത്തരക്കാരെ പിരിച്ചുവിടേണ്ടത് ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ പേരാമ്പ്രയിൽ നടന്നത് CPM ഗുണ്ടകളും പോലീസിലെ ഗുണ്ടകളും തമ്മിൽ നടത്തിയ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായ ഒരു ആക്രമണമാണ്. പേരാമ്പ്രയിൽ CPMും പോലീസും തമ്മിൽ ഒരു സഖ്യം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും കെ പ്രവീൺകുമാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ഈ കുറ്റക്കാരായ കെ ബൈജുയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രതികരണം വന്ന ഒരു സാഹചര്യത്തിൽ കൂടി വരും ദിവസങ്ങളിൽ പോലീസിനെതിരായ ഒരു പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ നിലവിലുള്ള തീരുമാനം. നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് എത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിനെ സന്ദർശിക്കാനാണ് അദ്ദേഹം വരുന്നത്. ഇക്കാര്യത്തിലുള്ള കൂടുതൽ ഒരു നിലപാട്, അല്ലെങ്കിൽ എന്താണ് ഇനി പോലീസിനെതിരെ ഏതു രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്നത് നാളെ VD സതീശൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. നമ്മുടെ മധു P പറയുന്നു, ഇടനാഴി പറഞ്ഞത് മനസ്സിലായില്ല എന്നുള്ളത്. ഒരുപാട് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇടനാഴി വെച്ച് പറഞ്ഞു തീർത്ത്. ഇത്രയേ ഉള്ളൂ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൊണ്ട് കേരളം നടുങ്ങി നിന്നൊരു കാലത്താണ് സഹോദരൻ അയ്യപ്പൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു ആത്മീയതയും ഒക്കെ തന്നെ ബോളം വെട്ടിയുന്നൊരു സമയത്ത് ഒരുപക്ഷെ വിവേകത്തിൻ്റെ വെളിച്ചവുമായി കേരളത്തിൻ്റെ സമൂഹത്തിൽ സഞ്ചരിച്ച പരിഷ്കർത്താവായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഇങ്ങനെ ആത്മീയ അന്വേഷണം നടത്താനൊന്നും ഇനി കേരളത്തിൽ ഒരു സാധ്യതയില്ല. കേരളം ആകെ മാറിപ്പോയി. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഡിവൈഡായി നമ്മൾ മാറി നിൽക്കുകയാണ്. ഇടതായാലും വലതായാലും മധ്യമായാലും അങ്ങനെ ആയി എന്നാണ് കേരളത്തിലേക്ക് കുറച്ച് കാലത്തിന് ശേഷം എന്ന് ഗോപാലകൃഷ്ണൻ തോന്നിയത്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനിയൊരു സഹോദരൻ അയ്യപ്പൻ്റെ പ്രസക്തി കേരളത്തിലില്ല. ആത്മീയ അന്വേഷണങ്ങൾ നടത്താനും സാധ്യതയില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു എന്ന് ഗോപാലകൃഷ്ണൻ്റെ കുറിപ്പ് പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ്. സദാശിവം പിള്ള പോലെ കുറേ ആൾക്കാർ പറയുന്നു ഗോപാലകൃഷ്ണൻ്റെ വഴിയിലാണ് ഞങ്ങളും എന്ന്. നമ്മൾ ഒരു 5 കൊല്ലത്തിനുള്ള നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങൾ കണ്ടാൽ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾ മലയാളി അമ്പരന്ന് പോകും, ഉറപ്പാണ്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത കൂടി വരുന്നു. ശ്യാംകുമാർ അറിയിക്കുന്നതാണ്. നെടുമ്പാശ്ശേരിക്ക് അടുത്ത് ട്രെയിനിൽ നിന്ന് വീണ് ഒരാൾ മരിച്ചു എന്നാണ് വിവരം. പരശുറാം എക്സ്പ്രസിൽ നിന്നാണ് ഈ യാത്രക്കാരൻ താഴേക്ക് വീണത്. ചെറിയ വാപ്പാലശ്ശേരിയിൽ വച്ചാണ് ഈ അപകടം നടന്നത്. മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആളാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് 24. 2019 ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നടത്തുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് 24 ലഭിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ ബോർഡിന്റെ സമ്മർദ്ദം ഉണ്ടായെന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീ ഉത്തരവ് തിരുത്തിയതിന്റെ രേഖകളും 24 ഇന്ന് പുറത്തുവിട്ടു. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും സ്വർണം പൂശാമെന്ന വാഗ്ദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നുവെന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ എന്നിവർ ബോധപൂർവം ചെമ്പുപാളി എന്ന രേഖ തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശുപാർശ നൽകി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ഉത്തരവ് തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർ K. S. ബൈജു, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള R. G. രാധാകൃഷ്ണൻ, V. S. രാജേന്ദ്ര പ്രസാദ്, K. രാജേന്ദ്രൻ നായർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശുപാർശയുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സ്പോൺസർമാർക്ക് വേണ്ടി ഇടനിലനിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവും ഇന്ന് പുറത്തുവന്നു.
ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല. എന്നാൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് വെറുതെ അങ്ങ് കൈകഴുകാനാവില്ല. പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. തോമസ് കുട്ടി കലഞ്ഞൂർ പറയുന്ന എസ്കേൻ പത്തനാപുരത്ത് കനത്ത മഴ പെയ്യുകയാണ്. കേരളത്തിലെ ചിലയിടങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ്റെ വാർത്ത അറിയിക്കുന്നു. ചടയമംഗലത്തൊരു വീടിന് തീപിടിച്ചു. ഇളമാട് AKG മുക്ക് പ്രസാദ മന്ദിരത്തിൽ സരസ്വതിയുടെ വീടാണ് ഇപ്പോൾ തീപിടിച്ച് കത്തി നയിച്ചത്. വീട് പണിക്കായി സൂക്ഷിച്ചിരുന്ന ഇലക്ട്രിക് സാധനങ്ങൾ അടക്കം കത്തി നയിച്ചു എന്നാണ് വിവരം. ആർക്കും പരിക്കില്ല, ആശ്വാസം. കടക്കിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോൾ തീ അണച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശബരിമലയിലെ സ്വർണം നഷ്ടമാകാൻ കാരണം ഉദ്യോഗസ്ഥരെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ. തിരുവാഭരണ കമ്മീഷണർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വമെന്നും N. വിജയകുമാർ 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. തിരുവാഭരണ കമ്മീഷണർ അറിയാതെ പോകത്തില്ല. കാരണം വെച്ചാൽ മാനുവൽ അനുസരിച്ച് പ്രകാരം തിരുവാഭരണ കമ്മീഷണറാണ് എല്ലാ വാല്യൂബിൾസിൻ്റെയും കസ്റ്റോഡിയൻ. അവരുടെ ഭാഗത്താണ് വീഴ്ച എന്നാണ് അറിയുന്നത്. അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഞങ്ങൾ ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം ബോർഡിൻ്റെ നിയമാവലിക്ക് അനുസരിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഒരിക്കലും തീരുമാനിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കറിയത്തില്ല, എന്നെ വന്ന് കണ്ടിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ റൂമിലും വന്നിട്ടില്ല. ബോർഡ് ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തെറ്റായ തീരുമാനമാണെങ്കിൽ അവർ അന്ന് തന്നെ പത്രത്തിൽ കൊടുക്കുമായിരുന്നു, അന്ന് തന്നെ അവർ ഇഷ്യൂ ആക്കുമായിരുന്നു. ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ. പിന്നെ ബോർഡ് അഥവാ എടുക്കുന്നതെങ്കിൽ ശബരിമല തന്ത്രിയുടെ ശുപാർശയുടെ അനുസരിച്ച് തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ കൊണ്ടുപോകാനും കൊണ്ടുവരാനും തീരുമാനിക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങൾ വായിച്ചിരുന്നു. പറയൂ റിനു. SKN ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ് എന്നുള്ളതാണ് 2019 ദേവസ്വം ബോർഡ് അംഗമായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള N. വിജയകുമാർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കസ്റ്റോഡിയൻ, അതായത് തിരുവാഭരണം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണർക്കാണ്. ഈ K. ബൈജു ആണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ. എന്തായാലും 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ N. വിജയകുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെയും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണവുമായി N. വിജയകുമാറും രംഗത്ത് എത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരു സ്വർണ്ണാഭരണം നൽകുവാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണം കൊടുത്തുവിടുവാൻ വേണ്ടി ഒരു തരത്തിലുള്ള തീരുമാനവും അന്ന് ബോർഡ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. തന്ത്രി ഒരു ശുപാർശ ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു തീരുമാനം ബോർഡ് എടുക്കൂ. തന്ത്രി അത്തരത്തിലൊരു ശുപാർശ ചെയ്തിട്ടുമില്ല, ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് N. വിജയകുമാർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തത് സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ, സത്യം തെളിയട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. ഒപ്പം 2019 ഭരണസമിതിക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും ഇതിൽ സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൽ ഉത്തരവാദിത്വമെന്നും N. വിജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. നന്ദൻ KV പറയുന്നു, പ്രതികളെ പിണറായി വിജയൻ അകത്ത് ആക്കുന്നതും ആദ്യം 24 വരട്ടെ. നമ്മൾ ആദ്യം ആ വാർത്ത സംപ്രേഷണം ചെയ്യാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കട്ടിള കടത്തിയ കേസിലെ FIR വിവരങ്ങളും 24 ഇന്ന് പുറത്തുവിട്ടു. കേസിൽ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. ശബരിമലയിലെ സ്വത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചുവെന്നാണ് FIR പറയുന്നത്. 24 ബിഗ് എക്സ്ക്ലൂസീവ്. 2019 മാർച്ച് 19 ശബരിമലയിലെ സ്വർണ്ണക്കട്ടിള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കിയത്. മെയ് 18 സ്വർണം പൂശാൻ എന്ന വ്യാജേന ശബരിമലയിൽ നിന്ന് കട്ടിള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. ഇതിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കട്ടിള കടത്തിയ സംഭവത്തിൽ എടുത്ത രണ്ടാമത്തെ FIR-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയ കൽപേഷ് 2-ാം പ്രതിയുമാണ്. 2019 ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് യഥാക്രമം 3 മുതൽ 7 വരെയുള്ള പ്രതികൾ.
8ാം പ്രതി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെന്നും എഫ്ഐആറിലുണ്ട്. പക്ഷേ ആരുടെയും പേര് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. ബോർഡ് അനുമതിയില്ലാതെ സെക്രട്ടറിക്ക് ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ നടപടി. സ്വർണ്ണക്കട്ടള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കടത്തിയത് പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രത്യേക സംഘം സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കട്ടള ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്തിയതിന് പിന്നിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും കൃത്യമായ അറിവും പങ്കുമുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി കേസിലേക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കൊല്ലത്തുനിന്ന് ആർ രാജ് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ശബരിമല സന്നിധാനത്തും ഇന്ന് SIT സംഘം പരിശോധന നടത്തി. സ്പോൺസേഴ്സിലേക്ക് അന്വേഷണം നീളുകയാണ്. 2019 വാതിൽ പാളികളിൽ സ്വർണം പൂശിയ ഗോവർദ്ധന്റെ വിവരങ്ങൾ SIT തേടും. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ഇന്ന് സ്വർണ്ണപ്പാളി പരിശോധിച്ചു. നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധി സന്നിധാനത്ത് പരിശോധനയ്ക്കെത്തി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് SIT അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആസ്ഥാനത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടത്തിയിട്ടില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കി. സന്നിധാനത്തെത്തിയ SITക്ക് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ കൈമാറി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2019 വാതിൽപ്പാളികൾ സ്വർണം പൂശിയത് സ്പോൺസർ ചെയ്ത ഗോവർദ്ധനിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗോവർദ്ധന്റെ പേരുള്ള സാഹചര്യത്തിലാണ് നടപടി. വാതിൽപ്പാളികളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം ഗോവർദ്ധൻ നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. വാതിലിൽ 321.6 ഗ്രാമും കട്ടിളപ്പടയിൽ 184 ഗ്രാമും സ്വർണം പൂശിയെന്നാണ് രേഖ. മുഴുവൻ സ്വർണവും സ്പോൺസർ നൽകിയെങ്കിൽ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ സാഹചര്യത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ സന്നിധാനത്തെത്തി ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും ആലോചനയുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പമ്പ സ്റ്റേഷനിൽ ലഭിച്ച 5 പരാതികൾ പ്രത്യേക സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ളവരെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് ആരംഭിക്കും. അതേസമയം സന്നിധാനത്ത് ജസ്റ്റിസ് KT ശങ്കരൻ വിവാദ സ്വർണ്ണപ്പാളി പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധിയായി അഭിഭാഷകൻ പരിശോധനയുടെ ഭാഗമായതായാണ് വിവരം. 24 പത്തനംതിട്ട. മലപ്പുറം ദേവസ്വം ബോർഡിന് കീഴിലെ സാമൂതിരി രാജ സെൻട്രൽ ദേവസ്വത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നെന്ന് റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിലെ സ്വർണവും വെള്ളിയും കാണാതായതിൽ തുടർ നടപടി സ്വീകരിച്ചില്ല. മലബാർ ദേവസ്വം ബോർഡ് റിപ്പോർട്ടുകളുടെ പകർപ്പ് 24 കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഗോകുൽ, പറയൂ വിശദാംശങ്ങൾ. SK 2021 മലബാർ ദേവസ്വം കമ്മീഷണറും 2025 മലബാർ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും ഈ സാമൂതിരി രാജാവിന്റെ കീഴിലുള്ള 32ഓളം ക്ഷേത്രങ്ങളെയും ഉപക്ഷേത്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന സെൻട്രൽ ദേവസ്വം ഓഫീസിലും വിവിധ ക്ഷേത്രങ്ങളിലും നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. 5/10/2021 നടത്തിയ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് 3006.21 ഗ്രാം സ്വർണവും 29,060 ഗ്രാം വെള്ളിയും കാണാനില്ല. ഈ പരാമർശം 2015 റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 2015 8 വൗച്ചറുകളായിട്ട് ഇത്രയും ആഭരണങ്ങൾ കാണാനില്ല എന്ന് വെരിഫിക്കേഷൻ ഓഫീസർ നടത്തിയ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരുന്നു. ആ പരാമർശം ക്രമപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രസ്റ്റിയെയൊക്കെ ഈ വിവരം അറിയിച്ചതാണ്. എന്നാൽ 2025 ആകുമ്പോഴേക്കും ഈ ആഭരണങ്ങൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ലഭ്യമല്ല. അതോടൊപ്പം തന്നെ 2021 പല ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ വിത്ഡ്രോ ചെയ്യുന്നതിന്റെ കാരണമായി പറയുന്നത് കോവിഡ് കാലത്ത് ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനും അതോടൊപ്പം തന്നെ മലബാർ ക്ഷേത്ര ജീവനക്കാരുടെ അംശാദായം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. എന്നാൽ ഈ തുക, ഇതിനാവശ്യമായിട്ടുള്ള പണം ചിലവഴിച്ചതിന് ശേഷമുള്ള ബാക്കി തുക എന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ച ചോദ്യത്തിനും കൃത്യമായ വിവരമില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആഭരണങ്ങളും മൂല്യ
മൂല്യമേറിയ വസ്തുക്കളും ട്രസ്റ്റിയാണ് കൈവശം വെക്കേണ്ടത്. എന്നാൽ അതിനു പകരം ട്രസ്റ്റിയുടെ PA ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിലാണ് ഈ ആഭരണങ്ങൾ, അതായത് ഈ ആഭരണങ്ങളും ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സ്വർണ്ണങ്ങളുമൊക്കെ ഉള്ളത്. ഇത് നേരത്തെ തന്നെ 2021 റിപ്പോർട്ടിൽ ആ പരാമർശം ഉണ്ടായിരുന്നു. 2025 റിപ്പോർട്ടിലും ആ പരാമർശമുണ്ട്. ട്രസ്റ്റിക്ക് കൈവശം വെക്കാനുള്ള അധികാരമില്ല, ട്രസ്റ്റിക്കല്ല, ഈ PAക്ക് കൈവശം വെക്കാനുള്ള അധികാരമില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. SKN സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് ബോർഡ് അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് A. പത്മകുമാർ. രണ്ടാം FIR-ൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും മുൻ ദേവസ്വം കമ്മീഷണറും പ്രതികൾ. തെളിവെടുപ്പിന് SIT സംഘം ശബരിമല സന്നിധാനത്ത്. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയതിൽ ഉന്നതരുടെ പങ്ക് പുറത്തുവന്നു. സ്വർണ്ണപ്പാളി പോറ്റി കൊടുത്തുവിടാൻ ഉത്തരവിൽ ചേർത്തത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി S. ജയശ്രീ. രേഖകൾ 24-ന് കിട്ടി. പുതിയ വാതിൽ നിർമ്മാണം ബംഗളൂരിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് പോറ്റി എന്ന ശില്പി എളവള്ളി നന്ദൻ. ദ്വാരപാലക പാളികൾ പരിശോധിച്ച ജസ്റ്റിസ് KT ശങ്കരൻ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ സാമൂതിരിരാജ സെൻട്രൽ ദേവസ്വത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നെന്ന റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിലെ സ്വർണവും വെള്ളിയും കാണാതായതിൽ തുടർ നടപടിയെടുത്തില്ല. സ്ഥിര നിക്ഷേപം പിൻവലിച്ചതിലും ടെൻഡർ നടപടികളിലും ക്രമക്കേട്. മലബാർ ദേവസ്വം ബോർഡ് അന്വേഷണ റിപ്പോർട്ടുകളുടെ പകർപ്പ് 24-ന് കിട്ടി. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചെന്ന് സംബന്ധിച്ച് കോഴിക്കോട് റൂറൽ SP. പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. MPയെ പിറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചെന്നും KE ബൈജു. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. അടിച്ചത് ആരാണെന്നറിയാൻ അന്വേഷണം നടക്കുന്നുവെന്ന വിശദീകരണം. നിലപാട് മാറ്റം SP-ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമായതോടെ UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് CPM നേതാവ് SK സജീഷ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണയായി. BJPയും JDUവും 101 സീറ്റുകൾ വീതം മത്സരിക്കും. ചിരാഗ് പസ്വാന്റെ LJP 29 സീറ്റുകൾ മത്സരിക്കുന്നു. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റ്. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 60 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ നീതി കിട്ടിയില്ലെന്ന അതിജീവിത. ആരോപണ വിധേയരെ ആരോഗ്യവകുപ്പ് സംരക്ഷിക്കുന്നുവെന്ന് പരാതി. കോളേജിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരാളായിരുന്നു. അപ്പം അത്തരൊരു സംഭവം അവിടെ നിന്ന് ഉണ്ടായപ്പോൾ ഇപ്പോഴും അതിൻ്റെ ആഘാതം മനസ്സിൽ നിന്ന് പോകുന്നില്ല. കടുത്ത മാനസിക സംഘർഷങ്ങൾ ഇപ്പോഴും നേരിടുന്നതായും അതിജീവിത 24-നോട്. കൊച്ചി വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായ ആക്രമണം. കുട്ടിയുടെ ചെവി നായ കടിച്ചെടുത്തു. കുട്ടിക്ക് കടിയേറ്റത് വീടിനടുത്ത് കളിക്കുന്നതിനിടെ. നായ ചത്ത നിലയിൽ. നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നും സംശയം. വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി അമീർ ഖാൻ മുത്തഖിയുടെ വാർത്താ സമ്മേളനം. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്ന വിശദീകരണം. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാന സർവീസുകൾ ഉടൻ ഉണ്ടാകും. ബംഗാളിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്കാരത്തിനിരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12 മണിക്ക് വിദ്യാർത്ഥി എങ്ങനെ പുറത്തിറങ്ങിയെന്ന മമതയുടെ ചോദ്യം. പെൺകുട്ടിയെ കാണാനെത്തിയ BJP നേതാക്കളെ തടഞ്ഞതോടെ ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. ബലാത്സംഗ കേസിൽ 3 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെതിരായ കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തിന്റെ പ്രസ്താവന വിവാദത്തിലായി. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റിയിരുന്നുവെന്ന പരാമർശം. തെറ്റിന് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നൽകേണ്ടി വന്നുവെന്നും ചിദംബരത്തിന്റെ അഭിപ്രായം. പ്രസ്താവന കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. ചിദംബരത്തിന് ക്രിമിനൽ കേസുകൾ നേരിടുന്നതുകൊണ്ടുള്ള സമ്മർദ്ദമെന്ന റാഷിദ് ആൽവി. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് പാലക്കാട് കൊടുമ്പിൽ സ്വദേശിക്ക്. രോഗി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ.
സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ തുടരും. 4 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ തുടരുകയാണ്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം. പോസ്റ്റ് കാർഡിലൂടെ 500-ലേറെ കുടുംബങ്ങളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് കോട്ടയം കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഡ്രീം ഹോം എക്സ്പോയ്ക്ക് തിരുവനന്തപുരം ലുലു മാളിൽ സമാപനമായി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണയായി. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കുന്നു. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റുകൾ നൽകി. സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ സംതൃപ്തിയെന്ന JDU ബീഹാർ സംസ്ഥാന സെക്രട്ടറി രാജീവ് രഞ്ജൻ പട്ടേൽ 24-നോട് പറഞ്ഞു. NDA का गठबंधन का सीट अभी फाइनल हो गया और हम लोग बिहार में 225 सीट जीतने के लक्ष्य के साथ काम कर रहे हैं. NDA गवर्नमेंट बन रही है और 225 सीट से अधिक सीट ला करके बन रही है. बिहार 20 साल से नीतीश कुमार चला रहे हैं. अगला 5 साल भी नीतीश कुमार चलाएंगे. वेलफेयर वर्क, वुमेन्स एम्पावरमेंट, यूथ एम्पावरमेंट, एम्प्लॉयमेंट एम्पावरमेंट, so many work done by our chief minister, or in this way no competition with any other party. അതേസമയം സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 60 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. വിനിത VG ബീഹാർ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുന്നു. BJP ഓഫീസിന്റെ മുന്നിലാണ് ഇപ്പോൾ വിനിത VG ഉള്ളത്. വിനിത, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ്? താങ്ക് യു SKN. സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിപ്പോൾ പാട്നയിലെ BJP ഓഫീസിലാണുള്ളത്. ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഇന്ന് ഡൽഹിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ BJP ഓഫീസിൽ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഓരോ നീക്കവും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ സീറ്റ് ധാരണയിൽ പൂർണ്ണ സംതൃപ്തി എന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ JDU സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് JDUവും ഒപ്പം തന്നെ BJPയും തുല്യ സീറ്റുകളിൽ മത്സരിക്കുന്നത്. ഇരു പാർട്ടികളും 101 സീറ്റുകളിലാണ് മത്സരിക്കുക. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കും. നേരത്തെ 40 സീറ്റുകൾ നൽകണമെന്നൊക്കെ ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അവസാനം അത് 29 സീറ്റുകൾ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജിതൻ റാം മാഞ്ചിക്ക് 6 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം 15 സീറ്റുകൾ നൽകണമെന്നൊക്കെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ ഇപ്പോൾ 6 സീറ്റുകൾ എന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. 6 സീറ്റുകളിൽ മത്സരിക്കും. ഇങ്ങനെയാണ് സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ NDA ധാരണയായിരിക്കുന്നത്. അതിൽ JDU സംസ്ഥാന ഘടകവുമായി നമ്മൾ സംസാരിച്ചപ്പോഴും അവരും പൂർണ്ണ സംതൃപ്തിയിൽ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. NDA വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തും. സ്ത്രീകളുടെ സുരക്ഷ, ഒപ്പം തന്നെ ബീഹാറിന്റെ വികസനം എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുക എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ തന്നെ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുമെന്ന് ഒരു ഉറപ്പ് തന്നെയാണ് JDU പറയുന്നത്. BJPയും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കൂടുതൽ സീറ്റുകൾ നൽകണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 50 സീറ്റുകൾ നൽകാമെന്ന് RJD പറഞ്ഞുവെങ്കിലും 10 സീറ്റുകൾ കൂടി അധികം വേണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. അങ്ങനെ 10 സീറ്റുകൾ കൂടി ലഭിച്ചില്ല എങ്കിൽ ആ 10 ഇടങ്ങളിൽ ഞങ്ങൾ സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭീഷണി. ഏതാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇതിനോടകം ഡൽഹിയിൽ എത്തിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സീറ്റ് വിഭജന ചർച്ചകൾ, മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി നാളെ വൈകിട്ടോടുകൂടി ധാരണയിലേക്ക് എത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീഹാറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ NDAയുടെ ഒരു വാർത്താ സമ്മേളനം, സംയുക്ത വാർത്താ സമ്മേളനം
തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കടക്കം കാര്യങ്ങൾ കടന്നേക്കും. ഏതാണെങ്കിലും NDA സീറ്റ് ധാരണയിൽ സംസ്ഥാന നേതൃത്വം വലിയ സംതൃപ്തി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജയ്. ബീഹാർ തലസ്ഥാനമായ പാറ്റ്നയിലെ BJP ആസ്ഥാനത്ത് നിന്നാണ് വിനീത വിജയ് തത്സമയം ചേർന്നത്. വിനീത നേതൃത്വം കൊടുത്തത് നമ്മുടെ 24 വാർത്താ സംഘം പാറ്റ്നയിൽ തുടരും. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ UDF ഭരണസമിതിക്കെതിരെ ഗുരുതര വായ്പാ ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നു. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് വ്യാജരേഖ ഹാജരാക്കി വായ്പയെടുത്തു എന്നാണ് ഇപ്പോഴും വരുന്ന പരാതി. കേസിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ് ബാങ്കിൽ വായ്പാ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിക്കുന്നു. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. 2017 മുതൽ 2022 വരെ ഉണ്ടായിരുന്ന ഭരണസമിതിയിലാണ് വൻ വായ്പാ തട്ടിപ്പ് നടന്നതായി പരാതി. ബാങ്കിലെ പ്രസിഡന്റായിരിക്കെ അബ്ദുൾ അസീസ് തന്റെ പേരിലുള്ള വസ്തുപ്രമാണത്തിന്റെ വ്യാജരേഖ ഉണ്ടാക്കിയാണ് ബാങ്കിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി 40 ലക്ഷം രൂപ വായ്പയെടുത്തതായി പരാതി. ആധാരം മറ്റൊരു ബാങ്കിൽ പണയത്തിലിരിക്കെ മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വ്യാജ പ്രമാണം ഉണ്ടാക്കിയാണ് വായ്പയെടുത്തത്. വായ്പയെടുക്കുന്ന ഘട്ടത്തിൽ ബാങ്കിൽ സൂക്ഷിക്കേണ്ട ലീഗൽ സർട്ടിഫിക്കറ്റിൽ ക്രമക്കേട് നടത്തിയാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ വായ്പ തരപ്പെടുത്തിയത്. 2023 ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. അബ്ദുൾ അസീസിന്റെ ബാങ്കിലെ ബാധ്യതകൾ സംബന്ധിച്ച് പരാതിക്കാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച ഘട്ടത്തിലാണ് വായ്പാ തുക അബ്ദുൾ അസീസ് തിരിച്ചടച്ചത്. ബാങ്കിൽ ക്രമക്കേട് നടന്നതായി വ്യക്തമാക്കുന്ന കുന്നത്തുനാട് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ പരാതിക്കാർ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. 40 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ വിവരാവകാശ പ്രകാരവും അതുകൂടാതെ ജോയിന്റ് രജിസ്ട്രാർക്കും ARക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും തന്നെ ഇവിടെ വിശദമായ അന്വേഷണം നടത്തുകയും അതിനുശേഷം അതിൽ വ്യക്തമായ തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് പരാതി നൽകുകയും അവരന്വേഷിക്കുകയും ഇപ്പോൾ 14 പേർക്കെതിരെ FIR ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പട്ടിമറ്റം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ അസീസ് ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് വായ്പയെടുത്ത പെരുമ്പാവൂരിലെ ബാങ്കിൽ നിന്ന് ബാധ്യതയില്ലെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയതാണ് പരാതിക്ക് അടിസ്ഥാനമെന്നാണ് അബ്ദുൾ അസീസിന്റെ വിശദീകരണം. വായ്പ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗഹാൻ നമുക്ക് റിലീസ് ചെയ്ത് തരണം. പണമടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഗഹാൻ റിലീസ് ചെയ്തത് ഒരു 3 ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വായ്പ അടച്ച് ക്ലോസ് ചെയ്ത് ഡോക്യുമെന്റ് എല്ലാം വാങ്ങി ഞാൻ നമ്മുടെ മാറമ്പള്ളി സഹകരണ ബാങ്കിൽ കൊടുത്ത് അവിടെ നിന്ന് വായ്പ എടുത്ത സമയത്ത് നമ്മൾ ഈ ഗഹാൻ റിലീസ് ആയെന്നാണ് നമ്മളൊരു ധാരണ. കാരണം വെച്ചാൽ സാധാരണ ബാങ്കാണ് അത് ചെയ്യണത്. ബാങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം നേരിട്ടു. കൂടാതെ ബാങ്ക് പുതുതായി നടത്തിയ നിയമനത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പരാതിയിൽ നിലവിലെ ബാങ്ക് സെക്രട്ടറിയും വിജിലൻസിന്റെ പ്രതിപട്ടികയിലുണ്ട്. തെളിവുകൾ നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും സാധ്യതയുള്ളതിനാൽ സെക്രട്ടറിയെ തലസ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. സെക്രട്ടറിയെ മാറ്റി നിർത്തണമെന്ന സംസ്ഥാന സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവ് നടപ്പാക്കാതെയാണ് നിലവിലെ ബാങ്ക് ഭരണസമിതിയുടെ പ്രവർത്തനം. നിതിൻ അംബുജൻ, 24 കൊച്ചി. ഐഷത്തുൽ ഷംന ഇപ്പോൾ പാലക്കാട് നിന്നൊരു വാർത്ത അറിയിക്കുന്നു. ഒരു ബസ് ജീവനക്കാരന് കുത്തേറ്റു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരനാണ് ഇപ്പോൾ കുത്തേറ്റിരിക്കുന്നത്. ഗുരുതര പരിക്കേറ്റ സന്തോഷിനെ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പെരിന്തൽമണ്ണയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശിയായ യുവാവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമ്മുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായി. കുട്ടിയുടെ ചെവി തെരുവ് നായ കടിച്ചു മുറിച്ചു. നായയെ ചത്ത നിലയിൽ പിന്നീട് കണ്ടെത്തി. ഞങ്ങളുടെ രാമംകുളം അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കളിസ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചുണ്ടായിരുന്നു. അവിടെ പെട്ടെന്ന് ഒരു 3 പട്ടി ചാടി വന്നിട്ട് അതിനകത്ത് ഒരു പട്ടി കൊച്ചിൻ്റെ ചെവിടത്തേര് കടിച്ചു പിടിച്ച് കൊച്ചിനെ മറിച്ചിട്ട് ഞങ്ങൾ കണ്ട അപ്പം തന്നെ ഓടിച്ചെന്നപ്പോഴും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചോളം പീസാണ് കൊച്ചിന്റെ ചെവി അടർന്നു പോയേക്കണത്. പട്ടിയുടെ കമ്മീഷന്മാരുണ്ട്, പട്ടീനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, പട്ടീനെ തൊടാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൊച്ചിന്റെ ചെവിട്ടിൽ 5 ഇഞ്ചക്ഷൻ നേരിട്ട് വെക്കണ കണ്ടതാണ് ഞാൻ. അത്രയും വിഷമം കൊണ്ടാണ് ഈ പറയണത്. കൊച്ചിയിലെ മെഡിക്കൽ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് ശ്രീലക്ഷ്മി ബി പിള്ള തത്സമയം ചേരുകയാണ്. ശ്രീലക്ഷ്മി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. ഇന്ന് 4:30യോടെയാണ് കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നത്. 3.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. കുഞ്ഞിന്റെ ചെവി തെരുവുനായയുടെ ആക്രമണത്തിൽ ചെവി അടർന്നു വീഴുകയുണ്ടായി. കുഞ്ഞിനെ ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു മാറ്റിയത്. എന്നാൽ അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ ചെവിയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടിയാണ് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. തെരുവുനായ ഇപ്പോൾ ചത്ത വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പേവിഷബാധ, തെരുവുനായക്ക് പേവിഷബാധ ഉണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. അതിനായി
നാളെ തെരുവുനായെ പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണുത്തിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ ശരിക്കും സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരം 3-3:30 സമയത്ത് ഞങ്ങൾ പിള്ളേരുകൾ കളിക്കുന്ന സ്ഥലമുണ്ട്, രാമംകുളം അമ്പലത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ മിറാഷിന്റെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. കളിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പ്രകോപനം ഇല്ലാണ്ടാണ് പട്ടി ഓടി വന്ന് കൊച്ചിനെ കയറി കടിച്ചതും കുട്ടീനെ നിലത്ത് വീഴ്ത്തി. അപ്പം തന്നെ പട്ടി ഓടിപ്പോയി. ഞങ്ങൾ ഓടിച്ചെന്ന് കുട്ടീനെ എടുത്തപ്പോഴാണ് കാണുന്നത് ചെവിയുടെ ഒരു പീസ് ഇല്ല, 1 ഇഞ്ചോളം ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോയി. പട്ടിയുടെ കടിച്ചു പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പം തന്നെ ഞങ്ങൾ പറവൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചെന്ന് ഫസ്റ്റ് വാക്സിൻ എടുത്ത് അവിടുന്ന് അവർ പറഞ്ഞ് ഇവിടെ മെയിൻ വാക്സിൻ ഇല്ല, അപ്പോൾ മുറിഞ്ഞ സ്ഥലത്ത് കടിച്ച സ്ഥലത്ത് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ കളമശ്ശേരി കൊണ്ടുവച്ചല്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മെയിനായിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അപ്പോൾ അവർ പറഞ്ഞ് അവിടെയും പ്ലാസ്റ്റിക് സർജറി ഇല്ല. അപ്പം നേരെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്കാണ് റെഫർ ചെയ്തത്. അവിടെ ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ തെരുവുനായാക്രമണം നടക്കാറുണ്ടോ? അതായത് ഇപ്പൊ കുറച്ച് നാളായിട്ട് അവിടെ തെരുവുനായകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുപരി കുറുനരികളും ഉണ്ട്. ശ്രീലക്ഷ്മി പിള്ളയാണ് കൊച്ചി മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ആരോപണ വിധേയരെ ആരോഗ്യവകുപ്പ് സംരക്ഷിക്കുന്നുവെന്ന അതിജീവിതയുടെ പരാതി. ഇപ്പോഴും വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന അതിജീവിത 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോഴാണ് സംസ്ഥാനത്തുണ്ടാകുന്ന തുടരെ ചികിത്സാ പിഴവുകൾ വാർത്തയിൽ ഇടം പിടിക്കുന്നത്. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ നടന്ന ICU പീഡന കേസ് നമ്മൾക്ക് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല. അതിജീവിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ആലോചിക്കാൻ തന്നെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതുവരെ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരാളായിരുന്നു. അപ്പം അത്തരമൊരു സംഭവം അവിടെ നിന്ന് ഉണ്ടായപ്പോൾ ഇപ്പോഴും അതിൻ്റെ ആഘാതം മനസ്സിൽ നിന്ന് പോകുന്നില്ല. 2023 മാർച്ച് 18 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ വെച്ച് അറ്റൻഡർ വടകര സ്വദേശി AM ശശീന്ദ്രൻ പീഡിപ്പിച്ചു എന്നായിരുന്നു അതിജീവിതയുടെ പരാതി. സ്റ്റാഫ് നഴ്സ് തിരക്കിലായ സമയത്താണ് പീഡനത്തിനിരയാക്കിയതെന്ന് അതിജീവിത മൊഴി നൽകിയിരുന്നു. അന്വേഷണത്തിനും അതിജീവിതയുടെ 14 ദിവസത്തെ സമരത്തിനുമൊടുവിൽ ഈ വർഷം ഓഗസ്റ്റിൽ ശശീന്ദ്രനെ പിരിച്ചുവിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉത്തരവിറക്കി. 14 ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ട് ഞാൻ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തതിന് ശേഷമാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. എനിക്ക് കിട്ടേണ്ട റിപ്പോർട്ടാണ്, അത് അവർ പിടിച്ചു വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആരോഗ്യമന്ത്രി ആരുടെ കൂടെയാണെന്നുള്ളത്. കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ആരോഗ്യമന്ത്രിയും ജനപ്രതിനിധികളും ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഓർക്കുമ്പോൾ ഭയം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ സങ്കടം അണപൊട്ടും. ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോവില്ല. അത് ആ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കയറുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ദിവസം അല്ലെങ്കിൽ ആ ഒരു സംഭവം മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ശരീരത്തിൻ്റെ മുറിവിനേക്കാളും കൂടുതൽ മനസ്സിന് ഒരു മുറിവ് തട്ടിപ്പോയി. സംഭവിച്ച ഗുരുതരമായ അനാസ്ഥയുടെ ഇരയായി താൻ ജീവിതം തള്ളി നീക്കുമ്പോൾ വീണ്ടും പിഴവുകൾ ഉണ്ടാകുന്നതിൽ അങ്ങേയറ്റം രോഷം. ഇനി ഒരാൾക്കത് സംഭവിക്കരുത് എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ കേട്ടു മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സക്കായി വന്ന ഒരു വ്യക്തിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു പീഡിപ്പിക്കാൻ ശ്രമം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അവിടെ അത്ര സുരക്ഷ പിന്നെയും ഇല്ല. സുരക്ഷ വീഴ്ച തന്നെയാണ്. നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്ത് സുരക്ഷ അവർ പിന്നെയും കൊടുത്തിട്ടുള്ളത്. അടുത്തിടെ കേരളം ഞെട്ടിയ പാലക്കാട് 9 വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിലടക്കം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതിജീവിത. തൻ്റെ അവസ്ഥ മറ്റാർക്കും വരരുതെന്നും ഇവർ പറയുന്നു. ഇനിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടലിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് അതിജീവിത 24-നോട്. കോഴിക്കോട് നിന്നും YS അഭിനന്ദ്, 24. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കാരക്കോണം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ചു. ആറാലമൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ആരോപണം. ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് ആശുപത്രി വിശദീകരിക്കുന്നത്. മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആറാലമൂട് സ്വദേശി കുമാരിയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. ഇന്നലെ രാത്രിയോടെയാണ് കുമാരിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. മരുന്ന് മാറി നൽകിയതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദ്യം കെയർ കണ്ടപ്പം മാസ്ക് ഉണ്ടായിരുന്നു, പിന്നെ പോയി നോക്കിയപ്പം മൂക്കിൽ മാസ്ക് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡൗട്ട് തോന്നി ആൻറ്റി ചോദിച്ച് ആള് മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ
ആള് മരിച്ചെന്ന് പറയണ. അതിനു മുമ്പേ സീരിയസ് ആയതുകൊണ്ട് ആൻറ്റി കേട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോന്ന് കേട്ട്. അപ്പോൾ അവർ ആ സംഭവം പറയണ കൊണ്ടുപോയാലും പറ്റൂല, ആള് മരിച്ചു. സർജറി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറായിട്ടും ചോദിച്ചിട്ട് അവർ ഈ ആള് മരിച്ചുപോയെന്നോ ആ പറയേണ്ട മര്യാദ പോലും അവർക്കില്ല. മരണവിവരം ആശുപത്രി അധികൃതർ അറിയിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ശസ്ത്രക്രിയക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. രോഗിക്ക് BP-യിൽ വ്യത്യാസം വന്നതിനാൽ ശസ്ത്രക്രിയ പകുതിയിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. കുമാരിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ കരൂരുണ്ടായ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നിൽ TVK എന്ന DMK ആരോപിച്ചു. കബളിപ്പിച്ചും പണം നൽകിയുമാണ് ഹർജികൾ തയ്യാറാക്കിയതെന്നാണ് DMKയുടെ ആരോപണം. മരണത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ TVK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നതായും DMK വിമർശിക്കുന്നു. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നിൽ TVK ആണെന്നാണ് DMK ആരോപിക്കുന്നത്. നേരായ വഴിയിലൂടെയല്ല ഹർജികൾ TVK കോടതിയിൽ എത്തിച്ചതെന്ന് ഉദാഹരണ സഹിതം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് DMK. ദുരന്തത്തിൽ മരിച്ച പനീർസെൽവത്തിന്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതാണെന്നും TVK പണം നൽകി ഇയാളിൽ നിന്ന് ഹർജി വാങ്ങിയതാണെന്നും DMK സംഘടനാ ജനറൽ സെക്രട്ടറി RS ഭാരതി ആരോപിച്ചു. അപകടത്തിൽ ഭാര്യയെ നഷ്ടമായ സെൽവരാജിനെ AADMK നേതാവ് കബളിപ്പിച്ച ഹർജിയിൽ ഒപ്പിടിപ്പിച്ചു. ഇതിനൊക്കെ BJPയുടെയും AADMKയുടെയും സഹായം TVKയ്ക്ക് കിട്ടിയെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. മരണത്തിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കുറിപ്പിലുണ്ട്. TVK NDA സഖ്യത്തോട് അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമായതിനു പിന്നാലെയാണ് 3 പാർട്ടികളെയും വിമർശിച്ചുള്ള DMKയുടെ പ്രതികരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സർക്കാരിനും സുപ്രീം കോടതിയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കേസിൽ നാളെ വിധി പറയും. 24 ചെന്നൈ. കോഴിക്കോട് താമരശ്ശേരിയെ നെരുക്കുംചാലിൽ തെരുവുനായ കുറുകെ ചാടി സ്കൂട്ടർ മറിഞ്ഞ് 2 യുവതികൾക്ക് പരിക്കേറ്റു. നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയാണ്. പേരാമ്പ്ര സ്വദേശികളെ ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. മിഥില, ഇവരുടെ ആരോഗ്യനില എപ്രകാരം? രാത്രി 8 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. നിലവിൽ ഇവരെ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. താമരശ്ശേരി ഭാഗത്തുനിന്നും വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ സ്കൂട്ടർ യാത്രികർ. തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ടാണ് ഈ ഒരു അപകടമുണ്ടായത്. പേരാമ്പ്ര സ്വദേശികളായ ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ സ്കൂട്ടർ യാത്രികർക്ക് മുന്നിലേക്ക് നായ ഇത്തരത്തിൽ ചാടുകയും അങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണമടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് സമാനമായ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ വീണ്ടും ഉണ്ടായിട്ടുള്ളത്. 2 സ്കൂട്ടർ യാത്രികർക്ക്, അതായത് 2 യുവതികൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.